الرحيم. قال الإمام أبو بكر بن أبي داود رحمه الله: وقد ينكر الجهمي أيضا يمينه وكلتا يديه بالفواضل تنضح. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഈ ഹഇയ എന്നറിയപ്പെടുന്ന കവിതയിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വരികളാണ് നിങ്ങൾ കേട്ടത്. وقد ينكر الجهمي أيضا يمينه وكلتا يديه بالفواضل تنضح. وقد ينكر الجهمي ജഹ്മ ബിൻ സഫ്വാനിന്റെ പിഴച്ച ആശയം കൊണ്ടു നടക്കുന്നവരിൽ പെട്ട ആളുകൾ അവർ നിഷേധിക്കും അയ്യബൻ അള്ളാഹുവിന്റെ മറ്റുള്ള വിശേഷണങ്ങൾ അവർ നിഷേധിക്കുന്നത് പോലെ യമീനഹു അള്ളാഹുവിന്റെ കരവും അള്ളാഹുവിന്റെ വലതുകരം റബ്ബിന്റെ സിഫത്തായ അവന്റെ കരങ്ങൾ ഇതിനെയും അവർ നിഷേധിക്കും. വകിൽതാ യദൈഹി അള്ളാഹുവിന്റെ ഇരു കരങ്ങളും ബിൽ ഫവാദിലി തൻദഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്ന കരങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഈ വരിയിൽ ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചിട്ടുള്ള സുപ്രധാനമായ മസ്അല അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ, അള്ളാഹുവിന്റെ കൈകൾ എന്ന റബ്ബിന്റെ സിഫത്തിനെ കുറിച്ചുള്ള വിഷയമാണ്. ആ മസ്അലയാണ് അള്ളാഹുവിന്റെ കൈകൾ എന്ന വിശേഷണം. ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് പറയുമ്പോൾ വല്ലാഹു അലം അദ്ദേഹം ഉദ്ദേശിച്ചത് ആ കരങ്ങളെ അവർ നിഷേധിക്കുമെന്നത് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സിഫത്തുകൾ എല്ലാം യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ വിശ്വാസം ഒന്ന് തന്നെയാണ്. ഒരു സിഫത്തിനെ കുറിച്ച് ഒരു വിശ്വാസം, മറ്റൊരു സിഫത്തിനെ കുറിച്ച് വേറൊരു രൂപത്തിലുള്ള വിശ്വാസം, അങ്ങനെയല്ല. സിഫത്തുകളെ കുറിച്ചെല്ലാം നമ്മുടെ വാക്കുകൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് റബ്ബിനെ ഏറ്റവും അവന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ അറിയാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തോ ആ സിഫത്തുകളെ കുറിച്ച് മുഴുവൻ അതങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നു. അതിലൊന്നിനെ നിഷേധിക്കുക ബാക്കിയുള്ള സിഫത്തുകളെ നിഷേധിക്കലാണ്. അല്ല, അള്ളാഹുവിന്റെ സിഫത്തുകളെ ഒരുവൻ നിഷേധിച്ചാൽ അള്ളാഹു തന്നെ ഉണ്ട് എന്നതിനെയും അവർ യഥാർത്ഥത്തിൽ നിഷേധിക്കേണ്ടി വരും. കാരണം സിഫത്തുകളെ കുറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം, അത് തന്നെയാണ് ദാത്തിനെ കുറിച്ചുള്ള വിശ്വാസവും. അഥവാ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള വിശ്വാസം തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും. ഇവിടെ നോക്കൂ, റബ്ബിന്റെ കരങ്ങൾ, അവന്റെ കൈകൾ, അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സഹാബത്തിന്റെ വാക്കുകളിലുമെല്ലാം ധാരാളക്കണക്കിന് തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ കരങ്ങൾ എന്ന വിശേഷണം. എത്രത്തോളം പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൽ 100 തവണ പല രൂപത്തിൽ ഈ വിശേഷണം പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കരങ്ങൾ എന്ന് പറഞ്ഞത് മാത്രമല്ല,
മറിച്ച് അല്ലാഹു യഖ്ബിദ്, അവൻ പിടിക്കുന്നു, വയബ്സുത്ത്, അവൻ വിട്ടയക്കുന്നു, അവൻ നൽകുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കരങ്ങളെക്കുറിച്ച്, അവന്റെ കൈകളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് യദുല്ലാഹി ഫൗഖ ഐദീഹിം, യദുല്ലാഹി ഫൗഖ ഐദീഹിം, അള്ളാഹുവിന്റെ കൈയുണ്ട്, ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്കുമേലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത, അനുസരണം പ്രതിജ്ഞ ചെയ്ത, ബൈഅത്തു റിദ്വാനിൽ മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് കരാർ ചെയ്ത സഹാബത്തിനെ കുറിച്ച്, അവരുടെ ആ കരാറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്ക് മുകളിൽ അഥവാ ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹുവിന്റെ കൈയുണ്ട് എന്ന്. അതുപോലെ നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു. എന്താണ് ബാക്കി? ബൽ യദാഹു മബ്സൂതതാൻ യുൻഫിഖു കൈഫ യശാ. വഖാലത്തിൽ യഹൂദു, യഹൂദികൾ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കരം അത് ബന്ധിക്കപ്പെട്ട കരമാണ്, അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ട കൈകളാണ്. ഗുല്ലത് ഐദീഹിം, അവരുടെ കരങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. വലുഇനു ബിമാ ഖാലു, അവരാ പറഞ്ഞത് കാരണത്താൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ യദാഹു മബ്സൂതതാൻ, അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ അത് നീട്ടിപ്പിടിച്ച കരങ്ങളാണ്, അത് വിടർത്തിയ കൈകളാണ്. യുൻഫിഖു കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ചെലവഴിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. അള്ളാഹു രാത്രിയിൽ അവന്റെ കരം നീട്ടിപ്പിടിക്കുന്നു. ലിയതൂബ മുസീഉൻ നഹാർ, പകൽ തെറ്റുകൾ ചെയ്തവൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി അവന്റെ കരം പകലിൽ നീട്ടിപ്പിടിക്കുന്നു. ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രി തെറ്റു ചെയ്തവൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാനായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ കൈകൾ അത് നിറഞ്ഞ കൈകളാണ്. സഹാ അൽ ലൈല വന്നഹാർ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവൻ. അലം തറൗ മാ അൻഫഖ മുൻദു ഖലഖ അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും പടച്ചതു മുതൽ അള്ളാഹു എത്രയാണ് ചെലവഴിച്ചത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? ഫഇന്നഹു ലം യഗ്ബ് മാ ഫീ യമീനിഹി, അവന്റെ കയ്യിലുള്ളത് ആ ചെലവഴിക്കൽ കൊണ്ട് ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കൂ, എത്ര ആയത്തുകളിൽ, ഹദീസുകളിലാണ് അള്ളാഹു ഇക്കാര്യം പരാമർശിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു ബാക്കിയുള്ള പടപ്പുകളെ പടച്ചതുപോലെയല്ല, അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ, മനുഷ്യരുടെ പിതാവിനെ പടച്ചത്. മറിച്ച് അള്ളാഹു അവന്റെ ഇരു കരങ്ങൾ കൊണ്ടാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. അള്ളാഹു അവന്റെ കരങ്ങൾ കൊണ്ട് നേരിട്ട് പടച്ച 4 കാര്യങ്ങളുണ്ട് എന്ന് സഹാബത്തിൽ നിന്ന് റിവായത്ത് വന്നത് കാണാം, സഹിഹായ രൂപത്തിൽ. ബാക്കിയുള്ളവയോട് അള്ളാഹു കുൻ എന്ന് പറഞ്ഞു, അപ്പോഴത് ഉണ്ടായി. അർശ്, അള്ളാഹുവിന്റെ അർശ്. ഖലം, അള്ളാഹുവിന്റെ ഖലം, അവൻ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്താൻ, എല്ലാം ഖിയാമത്ത് നാൾ വരെയുള്ളതെല്ലാം രേഖപ്പെടുത്താൻ കൽപ്പിച്ച ഖലം, ആ പേന, അത് അള്ളാഹു അവന്റെ കരം കൊണ്ട് പഠിച്ചതാണ്. ആദമിനെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ കൈകൾ കൊണ്ട് പഠിച്ചതാണ്. വജന്നത്തു അദ്ൻ, അതുപോലെ സ്വർഗം, ജന്നത്തു അദ്ൻ. ജന്നത്തു അദ്ൻ എന്നാൽ ജന്നത്തു ഇഖാമ, സ്ഥിരതാമസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. അള്ളാഹു ഈ 4 കാര്യങ്ങളെ അവന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു. ബാക്കിയുള്ളവയോട് കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞു, അപ്പോഴതുണ്ടായി എന്ന് സഹാബത്തിൽ നിന്ന് റിവായത്ത് വന്നത് കാണാം. ഖുർആനിൽ അള്ളാഹു ഇബ്ലീസിനോട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് അതിന് വിസമ്മതിച്ചതിനെ കുറിച്ച് അള്ളാഹു എന്താണ് ഖുർആൻ പറഞ്ഞത്? ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു
യദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ. അല്ലാഹു പറഞ്ഞു, യാ ഇബ്ലീസ്, ഹേ ഇബ്ലീസ്, മാ മനഅക, എന്തേ നിനക്ക് തടസ്സമായത്, അൻ തസ്ജുദ, നീ സൃഷ്ടിക്കുവാൻ, നീ സുജൂദ് ചെയ്യുവാൻ, ലിമാ ഖലഖതു ബിയദയ്യ, എന്റെ ഇരു കരങ്ങൾ കൊണ്ട്. ബിയദയ്യ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ രണ്ടു കൈകൾ, എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്ക് എന്തേ തടസ്സമായത്? അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ, നീ അഹങ്കരിച്ചുവോ, നീ വലിയ ഉയർച്ചയിലാണ് എന്നാണോ നിന്റെ നാട്യം? അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിച്ചത് നോക്കൂ ഇബ്ലീസിനോട്. ഇതുപോലെ നോക്കൂ, ഖുർആനിൽ സുന്നത്തിൽ ധാരാളം ഇടങ്ങളിൽ വന്നിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ കരങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന്റെ കൈകളെക്കുറിച്ച് മുഫ്രദായ പ്രയോഗം ഖുർആനിലുണ്ട്, മുജ്മഅയ ജംഇന്റെ പ്രയോഗമുണ്ട്, അതുപോലെ മുഥന്ന ആയ പ്രയോഗമുണ്ട്. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചന പ്രയോഗമാണ്, യദ്. മുഥന്ന എന്ന് പറഞ്ഞാൽ രണ്ട് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ദാഹു, അവന്റെ ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ച കരങ്ങളാണ്. അതുപോലെ ഞാൻ എന്റെ രണ്ടു കരങ്ങൾ കൊണ്ട് പടച്ചത്, ഇങ്ങനെയുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. അതുപോലെ ജംഇന്റെ പ്രയോഗം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മിമ്മ അമിലത് ഐദീന, നമ്മുടെ കരങ്ങൾ കൊണ്ട് നാം പ്രവർത്തിച്ചത്, നമ്മുടെ കരങ്ങൾ കൊണ്ട് നാം പ്രവർത്തിച്ചത് എന്ന രൂപത്തിൽ. നോക്കൂ, ഇതെല്ലാം അർത്ഥമാക്കുന്നത് അള്ളാഹുവിന് കരങ്ങളുണ്ട് എന്നാണ്. അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്, അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം. ഇരു കരങ്ങളുണ്ട് എങ്കിൽ അതിനെ കരം, യദ് എന്ന ഏകവചനത്തിന്റെ പ്രയോഗം പ്രയോഗിക്കുക അറബികളുടെ ഖുർആൻ ഏതു ഭാഷയിൽ, ആരുടെ ഭാഷയിലാണോ അവതരിച്ചത് അവരുടെ ശൈലിയിൽ, ആ ഭാഷയിലെ പ്രയോഗമാണ്. അതുപോലെ ജംഇന്റെ പ്രയോഗം, രണ്ട് കരങ്ങളാണ് അള്ളാഹുവിനുണ്ട് എങ്കിലും ജംഇന്റെ അഥവാ ബഹുവചന പ്രയോഗം അതും അറബിയിലെ സാധാരണ പ്രയോഗമാണ്. ഖുർആനിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ഭാര്യമാരെ കുറിച്ച് പറഞ്ഞില്ലേ, ഇൻ തതൂബ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമ. രണ്ടുപേരാണ്, പക്ഷേ ഖുലൂബുകുമ, നിങ്ങൾ രണ്ടുപേരുടെ ഹൃദയങ്ങൾ എന്ന ബഹുവചന പ്രയോഗം. കൽബിന്റെ ജംഅണ് എന്ത്? ഖുലൂബ്. മുസന്ന എന്തായിരിക്കും? ഖൽബാൻ. പക്ഷേ ജംഇന്റെ പ്രയോഗമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ രണ്ട് ഭാര്യമാരെ കുറിച്ചാണ് അവിടെ പരാമർശമുള്ളൂ. അത് അറബിയിലെ സാധാരണ പ്രയോഗമാണ്, അത് സംശയമില്ല. അതുപോലെ ഏകവചന പ്രയോഗം നടത്തും, പക്ഷേ ഒന്നിലധികം കാര്യങ്ങളെ അത് മുഖേന സൂചിപ്പിക്കും, അങ്ങനെ സൂചിപ്പിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സിഫത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് രണ്ട് കരങ്ങളുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിന്റെ രണ്ടു കരങ്ങളും യമീനാണ്, രണ്ടും വലത്താണ്. അള്ളാഹുവിന്റെ ഇരു കരങ്ങളും വലത്താണ്. ഇത് അതുപോലെ ഒരു മുസ്ലിം വിശ്വസിച്ചിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് എന്താണോ വന്നത് അത് അതുപോലെ വിശ്വസിച്ചിരിക്കണം. അള്ളാഹുവിന്റെ ഏതേത് വിശേഷണങ്ങളാകട്ടെ, അവനെ കുറിച്ച് അവൻ പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റബ്ബിന്റെ ഏത് സിഫത്താകട്ടെ അതെല്ലാം എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതുപോലെ അദ്ദേഹത്തിന്റെയും മുൻഗാമികളായ ആളുകളിൽ നിന്ന് ആ വാക്ക് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അത്. ഇമാം മാലിക്കിന്റെ മജ്ലിസിൽ ഒരാൾ വന്നിട്ട് കൈഫ ഇസ്തവ, അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച്, അവൻ അർശിന് മുകളിൽ ആരോഹിതനായിരിക്കുന്നു എന്നതിനെ കുറിച്ച് അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫു ഗൈറു മഅഖൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. അതാണ് മറുപടി. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമായ മറുപടിയാണ്, എത്ര വ്യക്തമായ മറുപടി. എല്ലാ സിഫത്തുകളുടെ കാര്യത്തിലും, അള്ളാഹുവിന്റെ ഏതേത് സിഫത്തുകളുടെ കാര്യത്തിലും ഇതാണ് നമ്മുടെ വിശ്വാസം. അത് യദ്, ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ കരം എന്ന് വന്നോ ആ കാര്യം അതുപോലെ വിശ്വസിക്കണം. അതിന്റെ അർത്ഥം ഗൈറു മജ്ഹൂൽ, അത് അറിയാത്ത കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇസ്തിവാ, അള്ളാഹു അർശിന് അവന്റെ മഹാസിംഹാസനത്തിന് മുകളിലായിരിക്കുന്നു. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമാം മാലിക് പറയണം ഗൈറു മജ്ഹൂൽ, അത് ആർക്കും അറിയാത്തതല്ല, അത് അറിയാം. എന്തുകൊണ്ടാണ്? കാരണം അത് അറബികൾ എന്ത് പ്രയോഗിക്കുന്നു ആ ഭാഷയിലാണ് ഖുർആനിൽ ഇറങ്ങിയത്.
ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ فإذا استويت أنت ومن معك على الفلك ونوح താങ്കളും താങ്കളുടെ കൂടെയുള്ളവരും കപ്പലിനു മുകളിൽ കയറിയാൽ അതുപോലെ നിങ്ങൾ വാഹനപ്പുറത്ത് കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് ചൊല്ലണം എന്ന് പറഞ്ഞ ആയത്തിൽ നിങ്ങൾ അവിടെയും ഈ പ്രയോഗമാണ്, ഇസ്തവ അല എന്ന പ്രയോഗമാണ്. അതുപോലെ ജൂദി എന്ന പർവ്വതത്തിനു മുകളിൽ ആ കപ്പൽ ഒടുവിൽ എത്തിച്ചേർന്നു, അതിനു മുകളിലായി തീർന്നു. അതിന് ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗം എന്താണ്? വസ്തവത അലൽ ജൂദി, അത് ജൂദി പർവ്വതത്തിനു മുകളിലായി. നിങ്ങൾ ചിന്തിക്കൂ, ഇത് മൂന്നും പടപ്പുകളുടെ ഇസ്തിവ ആണ്. ഇസ്തവ അല, ഇത് മൂന്നും തന്നെ ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. നമ്മളൊരു കപ്പലിന് മുകളിൽ കയറുന്നത് പോലെയാണോ ഒരു കാറിൽ കയറുന്നത്? ഒരൊട്ടകത്തിന് പുറത്ത് കയറുന്നത്? രണ്ടാണ്, രണ്ട് രൂപമാണ്. കൈഫിയത്ത് വേറെ വേറെയാണ്. പോകട്ടെ, ഒരു കപ്പൽ പർവ്വതത്തിന്റെ മുകളിലായി തീരുന്നത് അതുപോലെയാണോ നമ്മൾ കപ്പലിന്റെ മുകളിൽ കയറുന്നത്? രണ്ടാണ്. പക്ഷേ ഇവിടെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു ഖദറുൻ മുഷ്തറക് ആയ ഒരു അർത്ഥമുണ്ട്. അതെന്താണ്? ഇസ്തവ അല എന്ന് പറഞ്ഞാൽ എവിടെയും ചേർക്കാതെ, കപ്പലിൽ കയറിയെന്നോ കപ്പൽ മലക്കുമുകളിൽ കയറിയെന്നോ ഒട്ടകത്തിന് മുകളിൽ കയറി എന്നൊന്നും പറയാതെ ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു അർത്ഥമുണ്ട്. അതിനാണ് അൽ ഖദറുൽ മുഷ്തറക് എന്ന് പറയുക. ആ അർത്ഥം അത് ഗൈറു മജ്ഹൂൽ, അതറിയാത്ത കാര്യമല്ല, അതെല്ലാവർക്കും അറിയാം. എന്താണ് അതിന്റെ അർത്ഥം? മുകളിലായി ആരോഹണം ചെയ്തു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥം അറിയില്ല എന്ന് പറയാൻ പാടില്ല, അത് അറിയുന്നതാണ്. അത് അറിയുന്ന, അല്ലെങ്കിൽ ആർക്കും അറിയാത്ത ഭാഷയിലാണ് അള്ളാഹു ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ റബ്ബ് പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. അങ്ങനല്ല, അതിന്റെ അർത്ഥം അറിയാം. ഗൈറു മജ്ഹൂൽ, ഇതിന്റെ അർത്ഥം അറിയാത്തതല്ല. എന്നാൽ ഇമാം മാലിക് പറഞ്ഞ ബാക്കി നോക്കൂ, വൽ കൈഫു ഗൈറു മഅഖൂൽ, അത് ഗൈറു മഅഖൂൽ. എങ്ങനെയെന്നത്, അതിന്റെ രൂപം എങ്ങനെയാണ്, അത് ഗൈറു മഅഖൂൽ, അത് നമുക്കറിയാത്ത കാര്യമാണ്, അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഏതേത് വിശേഷണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ അതിൽ ഈ രണ്ടു വശമുണ്ടാകും. ഒന്ന് നമുക്കറിയുന്നത്, നമുക്കറിയാത്തത്. എന്താണ് നമുക്കറിയുന്നത്? അത് അതിന്റെ വാക്കർത്ഥം, അതിന്റെ ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണോ അതാണ് നമുക്ക് അറിയാവുന്നത്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധം. പക്ഷെ എങ്ങനെ എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഒരു പടപ്പിന്റേതും പോലെയല്ല. എന്തുകൊണ്ടാണ്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നും തന്നെയില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആയത്ത് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള അടിസ്ഥാനം പഠിപ്പിക്കുന്ന ആയത്താണ്. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, ഒന്നും തന്നെയില്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. പടപ്പുകളിൽ കേൾക്കുന്നവരില്ലേ, അറിയുന്നവരില്ലേ? എല്ലാം കേൾക്കുന്നവരാണ്, എല്ലാം കാണുന്നവരാണ്. സമീഉൽ ബസീർ എന്നാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. പടപ്പുകളിൽ കേൾക്കുന്നവരില്ലേ, കാണുന്നവരില്ലേ? ഉണ്ട്. അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു, അവനെ നാം സമീഉൻ ബസീറുമാക്കിയിരിക്കുന്നു, കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. പക്ഷേ ആ സമഅല്ല ഈ സമഅ, ആ ബസറല്ല ഈ ബസർ, ആ കാഴ്ചയല്ല ഈ കാഴ്ച, ആ കേൾവിയല്ല ഈ കേൾവി. ഇത് പടപ്പിന്റെ കേൾവിയാണ്. അവന്റെ കുറവിനും അവന്റെ ന്യൂനതകൾക്കുമൊക്കെ അനുസരിച്ചിട്ടുള്ള അള്ളാഹു നൽകിയ കേൾവി. അള്ളാഹുവിന്റെ സമഅ എന്താണ്? അവന്റെ പൂർണ്ണതക്ക്, അവന്റെ മഹത്വത്തിന് യോജിച്ച അവന്റെ വിശേഷണമാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഏതേത് വിശേഷണങ്ങളെ കുറിച്ചും വിശ്വസിക്കുക. അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെങ്ങനെയാണ്? അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം. അതറിയുന്നത്, അതറിയില്ല എന്ന് പറയരുത്, ദലാലത്താണ്. എന്താണ് അറിയാത്തത്? കൈഫു ഗൈറു മഅഖൂൽ, എങ്ങനെ എന്ന് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം കിതാബിലും സുന്നത്തിലും വന്നത് തള്ളിക്കളയുക കുഫറാണ്, വിശ്വസിക്കാതിരിക്കുക കുഫറാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതേക്കുറിച്ച് ഈ ചോദ്യം അത് ബിദ്അത്തിന്റെ ചോദ്യമാണ്. കാരണം അത് മുൻഗാമികൾ ചോദിച്ചിട്ടില്ല. സഹാബത്ത് ആ ചോദ്യം എങ്ങനെ, വിശേഷണങ്ങൾ എങ്ങനെ എന്ന് സഹാബത്ത് ചോദിച്ചിട്ടില്ല, മുൻഗാമികൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞ ആയത്ത്
സമിഅ കേട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കേട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം. ശബ്ദമാണ് കേൾക്കുക. എന്താണ് കേൾക്കുക? ശബ്ദമാണ് കേൾക്കുക. ആ കാഴ്ച ഞാൻ കേട്ടു എന്ന് പറയുന്നു. നിങ്ങൾ പറയൂ, ആ കാഴ്ച ഞാൻ കേട്ടു എന്നാരെങ്കിലും പറയുമോ? ഇല്ല. സമഅ എന്ന് പറഞ്ഞാൽ ഇദ്റാഖു സൗത്ത്, ശബ്ദമാണ് കേൾക്കുക. ആ അർത്ഥം നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിന്റെ സമഅ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണം ആണത്. അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല. അള്ളാഹു പഠിപ്പിച്ചു തന്നത് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. നോക്കൂ, അള്ളാഹു അസീസാണ് എന്ന് ഖുർആനിൽ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അവൻ അസീസാണ്, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്, അവന് ഇസ്സത്തുണ്ട്. എന്നാൽ പടപ്പുകൾക്ക് ഇസ്സത്തില്ലേ? ഉണ്ട്, ഇസ്സത്തുള്ളവരുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വൽമുഅ്മിനീൻ, അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്തുള്ളത്. പക്ഷെ ആ ഇസ്സത്തല്ല ഈ ഇസ്സത്ത്, ആ ഇസ്സത്തല്ല ഈ ഇസ്സത്ത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഷഹീദല്ലാഹ് أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. لا إله إلا الله إن الله സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, മലായികത്ത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അറിവുള്ളവർ പണ്ഡിതന്മാർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഷഹാദത്ത് പോലെയാണോ, അള്ളാഹുവിന്റെ സാക്ഷ്യം പോലെയാണോ മലക്കുകളുടെ സാക്ഷ്യം? ആണോ? അല്ല. അത് പണ്ഡിതന്മാരുടെ സാക്ഷ്യം അതുപോലെയാണോ? അല്ല. ആ ഷഹാദത്ത് വേറെ, ഈ ഷഹാദത്ത് വേറെ. ഖുർആൻ അല്ലാഹു പറഞ്ഞു, വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. ഖാറൂനോട് ആളുകൾ ഉപദേശിച്ച ഉപദേശം സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, നീ നന്മ ചെയ്യുക, അല്ലാഹു നിനക്ക് നന്മ ചെയ്തു തന്നതുപോലെ. ആ ഇഹ്സാനാണ് ഈ ഇഹ്സാൻ. രണ്ടും രണ്ടാണ്. ഒന്ന് അല്ലാഹുവിന്റെ പരിപൂർണതക്ക്, അവന്റെ മഹത്വത്തിന് യോജിച്ച ഇഹ്സാനാണ്. ഇത് പടപ്പുകളുടെ ന്യൂനതക്ക്, അവരുടെ കഴിവില്ലായ്മക്ക് യോജിച്ച അവരുടെ ഇഹ്സാനാണ്. അള്ളാഹു മുശ്രിക്കുകളോട് അവരോട് താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു, വഇൻ തഊദു നഉദ്, വഇൻ തഊദു നഉദ്, നിങ്ങൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നാമും ആവർത്തിക്കും. വഇൻ തഊദു നഉദ്. അവരുടെ പ്രവൃത്തി പോലെയാണ് അള്ളാഹുവിന്റെ പ്രവൃത്തി? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അബൂജഹലിനെ താക്കീത് ചെയ്തുകൊണ്ട് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫൽയദ്ഉ നാദിയ സനദ്ഉ الزبانിയ, ഫൽയദ്ഉ നാദിയ, അവനവന്റെ സംഘാംഗങ്ങളെ വിളിച്ചുകൊള്ളട്ടെ അവന്റെ സഹായത്തിന്. സനദ്ഉ الزبانിയ, നാം ജബാനിയത്തിന് വിളിച്ചുകൊള്ളാം. ആരാണ് ജബാനിയ? അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകളാണ്. സുബ്ഹാനല്ലാഹ്. ആ വിളി പോലെയാണ് ഈ വിളി. ഫൽയദ്ഉ നാദിയ സനദ്ഉ الزبانിയ, ആ വിളി പോലെയാണ് ഈ വിളി? ഒരിക്കലുമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ കൈകൾ എന്ന് കേട്ടാൽ എന്താണ് മുസ്ലിം വിശ്വസിക്കുക? അത് അള്ളാഹുവിന്റെ കൈയാണ്. കൈകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥമറിയാം. പക്ഷേ പടപ്പുകളുടെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ കൈകൾ എന്ന് പറയുമ്പോൾ എന്ത് രൂപം മനസ്സിൽ വരുന്നുണ്ടോ? ഒരിക്കലും അതല്ല അള്ളാഹുവിന്റെ കരങ്ങൾ. എന്ത് മനസ്സിൽ വന്ന അതല്ല. കാരണം അള്ളാഹുവിനെ നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിനെ പോലെ ഒരുവനെ നീ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്നാലോചിക്കൂ ഇക്കാര്യം. ഇതാ ഈ മഹാനായ ഇമാം അബൂദാവൂദിന്റെ മകൻ, ഇത്രയും മുൻഗാമിയായ ഈ മഹാപണ്ഡിതൻ, അഹ്ലുസുന്നത്തിന്റെ ഇമ്മത്തിൽ ഒരാൾ നമ്മോട് പറയുകയാണ് എന്ത്? വഖദ് യുൻകിറുൽ ജഹ്മി അയ്ദൻ യമീനഹു വകിൽതാ യദൈഹി ബിൽ ഫവാദിൽ തൻദഹു. ജഹ്മികൾ എന്ന പിഴച്ച വിഭാഗം അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കും. അള്ളാഹുവിന്റെ ഇരു കരങ്ങളും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അവന്റെ കരങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന അഹ്ലുസുന്നത്ത് അവകാശപ്പെടുന്ന ആളുകളുടെ വിശ്വാസമായിരുന്നുവെങ്കിൽ ഇമാം അബൂബക്കർ ഇബ്നു അബീ ദാവൂദ് എന്താണ് പറയേണ്ടത്? അള്ളാഹുവിന് കൈയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരും, സൂക്ഷിക്കണം അവരെ എന്നല്ലേ പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ കരങ്ങളെ നിഷേധിക്കുന്നവർ വരും, അവരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആരാണ് അഹ്ലുസുന്ന? പറയൂ നിങ്ങൾ, ആരാണ് അഹ്ലുസുന്ന? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നവരാണ്. എന്താണ് ഈ ഖൗമിന് പറയാനുള്ളത്? അശ്അരികൾക്ക്, അഹ്ലുസുന്നത്തിനെ പരിഹസിക്കുന്നവർക്ക്, കൈയുള്ള അള്ളാഹ്, കാലുള്ള അള്ളാഹ്, അങ്ങനെയുള്ള അള്ളാഹുലാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് കേട്ടാൽ വെറുപ്പ് തോന്നുന്ന വൃത്തികെട്ട ശൈലിയിൽ പ്രസംഗിക്കുന്നവർക്ക് ഇമാം അബൂബക്കർ ഇബ്നു അബീ ദാവൂദിനെ കുറിച്ച് എന്തു പറയാനുണ്ട്? അദ്ദേഹത്തിന്റെ മദ്ഹബിലും മൻഹജിലുമാണോ നിങ്ങൾ? എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്കെതിരാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിഴച്ചവരെന്ന് വിളിക്കുന്ന ആളുകളിൽ ഈ മഹാനായ ഇമാമിനെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുമോ?
നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുട്ടികളെ അഭിമാനിക്കുക. നമ്മുടെ ഇമ്മത്തിന്റെ, നമ്മുടെ മുൻഗാമികളുടെ, ഈ ദീനിന്റെ ഉലമാഇന്റെ, ഈ ദീനിന്റെ യഥാർത്ഥ നേതൃത്വത്തിന്റെ വഴിയിലാണ് നമ്മളുള്ളത്. അവരുടെ വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. ആ വിശ്വാസം അത് ഒരേ മിഷ്കാത്തിൽ നിന്ന്, ഒരേ വിളക്കുമാടത്തിൽ നിന്ന് ഉള്ളതാണ്. അതിന്റെ സ്രോതസ് ഒന്നാണ് ഖുർആനും സുന്നത്തും. അതുകൊണ്ടാണ് അത്രയും മുൻഗാമിയായ ഇമാം അബൂബക്കർ ഇബ്നു അബീ ദാവൂദ്, അദ്ദേഹത്തിന്റെ വരികളിലുള്ളത് ഒരേ കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച മറ്റുള്ള ഇമാമുമാരുടെ കിതാബുകളിൽ അവരുടെ വാക്കുകളുള്ളത് ഒരേ കാര്യമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിലേക്ക് വന്നാൽ അതേ കാര്യമാണ്. പിൽക്കാലത്തുള്ള അഹ്ലുസുന്നത്തിന്റെ അഇമ്മത്തിന്റെ വാക്കുകളിൽ വന്നാൽ ഒരേ കാര്യം. ഇവരൊക്കെ കാലത്തിലും അവരുടെ ദേശങ്ങളിലുമെല്ലാം വ്യത്യസ്തരാണ്. പക്ഷേ അവരുടെ വാക്കുകൾ ഇങ്ങനെ ഒരുപോലെയായി. കാരണം അവരത് സ്വീകരിച്ചത് ഒരേ സ്ഥലത്ത് നിന്നാണ്. അതേസമയം മുതകല്ലിമീങ്ങളുടെ, ഇൽമുൽ കലാമിന്റെ, ഗ്രീക്ക് ഫൽസഫയുടെ ആളുകളിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവർ, സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ഖുർആനിനെയും സുന്നത്തിനെയും വളച്ചൊടിക്കാൻ തീരുമാനിച്ചവർ, അവരിൽ ഒരേ കാലത്ത് ജീവിച്ചാലും അവരുടെ വിശ്വാസം വേറെ വേറെയായിരിക്കും. ഈ പിഴച്ച വിഭാഗങ്ങളിൽ ഉപ്പയും മകനും വലിയ വലിയ പണ്ഡിതന്മാരായി എണ്ണപ്പെടുന്നവർ വേറെ വേറെ വിശ്വാസം പഠിപ്പിച്ചവരുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഒരാളുടെ തലയിൽ ഉദിച്ചതല്ല മറ്റൊരാളുടെ തലയിൽ ഉദിക്കുക. കിതാബിലും സുന്നത്തിൽ നിന്നുമല്ല അവർ ഈ നൂറ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. നോക്കൂ, അല്ലാഹുവിന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് അത് പടപ്പുകളുടെ കൈകളോട് ഉപമിക്കാൻ അവന് സാധിക്കുക? അള്ളാഹു നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ പോലെ ഒരുവൻ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പോകട്ടെ, അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് അള്ളാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? വൽഅർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി യൗമ നത്വി السماء كطي السجل للكتب. അള്ളാഹു പറയുകയാണ്, അവൻ ഭൂമിയെ ചുരുട്ടിപ്പിടിക്കും. അവൻ ഭൂമിയെ കയ്യിലെടുക്കും. ആകാശങ്ങളെ അവൻ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ. ആകാശങ്ങളെ ഒരു കൈയിൽ ചുരുട്ടിപ്പിടിക്കുന്ന അങ്ങനെ ഒരു കൈ നീ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സങ്കൽപ്പിച്ചാൽ അറ്റമുണ്ടാകുമോ? ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന കൈകളാണ് അവന്റെ കൈ. ഭൂമിയെ കയ്യിലെടുക്കുന്ന കൈയാണ് അവന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ അത് പറയവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു. സഹാബത്ത് പറഞ്ഞു, നബി മിമ്പറിൽ നിന്ന് വീണു പോകുമോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി അള്ളാഹു കൈ കൊണ്ട് എടുക്കുമെന്ന് പറയുമ്പോൾ കൈ കൊണ്ട് കാണിച്ചത് അതിതാ ഇതുപോലെയാണ് അള്ളാഹുവിന്റെ കൈ എന്ന് പറയാനല്ല, മറിച്ച് അത് തഖ്രീബുൽ മഅന, അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കി കൊടുക്കാനാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. കൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ആ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതല്ലാതെ പടപ്പുകളുടെ കൈ പോലെയാണ് അള്ളാഹുവിന്റെ കൈ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അതിലൂടെ അറിയിക്കുന്നില്ല. പക്ഷെ അതിന്റെ അർത്ഥം നമുക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ കൈ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. മറ്റു ഭാഷയിൽ എന്താണോ കരത്തിന് കൈക്ക് പറയുക അത് പരിഭാഷപ്പെടുത്താം. എന്തുകൊണ്ടാണ് പരിഭാഷപ്പെടുത്താം എന്ന് പറയുന്നത്? ഇതിന്റെ അർത്ഥം നമുക്ക് അറിയാം എന്നതുകൊണ്ട്. അർത്ഥം നമുക്കറിയാമെന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ സിഫത്തുകൾ അതുകൊണ്ട് പരിഭാഷ പറയാം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു റഹിമഹുല്ലാഹ്. നോക്കൂ, ഈ കരങ്ങളെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത് എന്നോർക്കണം. അള്ളാഹുവിന്റെ ഈ കൈകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതേക്കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നോക്കൂ, പടപ്പുകളുടെ കൈകൾ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അവരുടെ എല്ലാം കൈകൾ ഒരുപോലെയാണോ? പിന്നെ എങ്ങനെയാണ് പടപ്പുകളുടെ കൈയും പടച്ച റബ്ബിന്റെ, ഖാലിഖായ റബ്ബിന്റെ കൈകളും ഒരുപോലെയാവുക? നോക്കൂ, നമ്മുടെ കൈകൾ പോലെയാണോ മൃഗങ്ങളുടെ കൈകൾ, പക്ഷികളുടെ കൈകൾ എന്ന് നമ്മൾ പറയുന്ന ഭാഗം? പോകട്ടെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും. അക്രമികൾ മരണവെപ്രാളത്തിലാകുന്ന രംഗം അവിടെ എന്ത് ചെയ്യുന്നു? വൽ മലായികതു ബാസിതു ഐദീഹിം, അവർക്ക് നേരെ മലക്കുകൾ അവരുടെ കൈകൾ നീട്ടുന്നു. മലായികത്ത് അവരുടെ കൈകൾ നീട്ടുന്നു. ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്. മലായികത്തിന് എന്തുണ്ട്? കൈകളുണ്ട്.
നമ്മൾ ആരെങ്കിലും പറയുമോ ഈ മനുഷ്യന്റെ നമ്മുടെ ഈ കൈകൾ പോലെയാണ് മലായിക്കത്തിന്റെ കൈ? യഥാർത്ഥത്തിൽ രണ്ടും സൃഷ്ടികളാണ്, രണ്ടും പടപ്പുകളാണ്. മലായിക്കത്ത് അള്ളാഹുവിന്റെ പടപ്പുകളാണ്, നമ്മൾ അള്ളാഹുവിന്റെ പടപ്പുകളാണ്. അവർക്ക് കൈകളുണ്ട്, നമുക്ക് കൈകളുണ്ട്. ഈ രണ്ട് കൈയും ഒരുപോലെയാണ്? ഒരുപോലെയല്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കൈകൾ? അത് എന്ന് പറഞ്ഞാൽ പടപ്പുകളുടെ കൈകൾ ആളുകൾക്ക് മനസ്സിൽ പോവുക. അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ വലത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിയാർ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ, ഒരു മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പോരാ, മുസ്ലിയാക്കന്മാരുടെ നേതാക്കന്മാരിൽ ഒരാൾ, അയാളുടെ നാവ് കൊണ്ട് പ്രസംഗിക്കുകയാണ്, ഇതാ ഇവിടുന്ന് ഒരു കൈ പോയി ഇപ്പുറത്ത് വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. ഇതുപോലെയാണ് ഇവരുടെ അള്ളാഹുവൻ. അള്ളാഹു ഇത്തരക്കാരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തിരിക്കുമാറാട്ടെ. പറയാൻ നമുക്ക് പ്രയാസമുള്ള വാക്കുകളാണ്. പക്ഷെ ഫിറഔൻ പറഞ്ഞത് അള്ളാഹു ഖുർആനിൽ എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന്. അതുപോലെ ആ അങ്ങേറ്റവും ഗുരുതരമായ വാക്ക്, അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ പേരുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങേറ്റത്തെ ആദരവോടെ, ബഹുമാനത്തോടെ, അങ്ങേറ്റത്തെ മഹത്വപ്പെടുത്തലോടെ സംസാരിക്കണം. പരിഹസിക്കാനോ അതല്ല എങ്കിൽ തമാശകൾ പറയാനോ നമുക്ക് പാടുള്ള വിഷയമല്ലേ. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന ബോധ്യം വേണം. അതുപോലെ അത് നല്ല രൂപത്തിൽ പഠിക്കുകയും ചെയ്യണം, നന്നായി പഠിക്കണം. നോക്കൂ, റബ്ബിന്റെ ഈ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന, അതിൽ പിഴച്ച വാദങ്ങൾ വെച്ചു പുലർത്തുന്ന രണ്ടു കൂട്ടരാണുള്ളത്. ഒന്ന് അഹ്ലു തഅ്തീൽ, രണ്ടാമത്തേത് അഹ്ലു തംസീൽ. ഒന്ന് തഅ്തീലിന്റെ ആളുകളാണ്, അഥവാ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന, തള്ളിക്കളയുന്നവർ, ഇല്ലാതാക്കി കളയുന്നവർ. രണ്ടാമത്തെ കൂട്ടർ തംസീലിന്റെ ആളുകളാണ്. തംസീൽ എന്നാൽ എന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പടപ്പുകളുടെ വിശേഷണങ്ങൾ പോലെയാണ് എന്ന് പറയുന്നവർ. അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ ഒരുവൻ പറയുകയാണ്, എന്റെ കൈ പോലെ, മനുഷ്യന്റെ കൈ പോലെ എന്ന് ഒരാൾ പറയുകയാണ്. ഇത് രണ്ടും പിഴച്ച കുഫറിന്റെ വാദങ്ങളാണ്. ഒന്ന് നിഷേധിക്കുക, മറ്റൊന്ന് തംസീൽ. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, കുല്ലു മുഅത്തിലിൻ മുമസ്സിൽ വകുല്ലു മുമസ്സിലിൻ മുഅത്തിൽ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവനൊക്കെ അവനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിയവനാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ പടപ്പുകളുടെ സിഫത്തുകളോട് സാദൃശ്യപ്പെടുത്തിയവനൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചവനാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ ഒരുവൻ നിഷേധിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ പടപ്പുകളോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഇവർ അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കണ്ണുകൾ, ഇതിനെ ഇങ്ങനെ കേട്ടാൽ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ഏതേത് വിശേഷണങ്ങളുണ്ടോ അത് കേട്ടാൽ നിഷേധിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? നിങ്ങൾ പറയൂ. എന്തായിരിക്കും അവരങ്ങനെ പറയാനുള്ള കാരണം? അവർ ചിന്തിക്കുന്നു, കൈകൾ എന്ന് പറഞ്ഞാൽ പടപ്പുകൾക്കല്ലേ കൈയുള്ളത്, അപ്പൊ അത് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളെ പോലെയായി. യഥാർത്ഥത്തിൽ ആദ്യം തന്നെ അവർ അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തി, പടപ്പുകളെ പോലെയാണെന്ന് ചിന്തിച്ചു. എന്നിട്ടാണ് അവർ നിഷേധിക്കുന്നത്. നിഷേധിച്ചതിനു ശേഷമോ വീണ്ടും അവർ അതിലേക്ക് തന്നെ പോയി ചാടുകയാണ്. കാരണം അതോടെ അവർ കൈകളില്ലാത്തവരോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, കൈയില്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ എന്താണ് പറയുക? അയാൾ പരിപൂർണമായ രൂപമുള്ളവനാണെന്നാണ് പറയുക, അല്ല വികലാംഗനാണെന്നാണ് പറയുക? വികലാംഗനാണെന്നാണ് പറയുക. അയാളുടെ ശരീരത്തിൽ കുറവുകളുണ്ട്, അയാൾക്ക് സഹായം വേണ്ടതുണ്ട് എന്നാണ് പറയുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാകും എന്ന് പേടിച്ച് അള്ളാഹുവിന് സ്ഥിരപ്പെട്ട സിഫത്തുകളെ നിഷേധിച്ചവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറവുകളുള്ള പടപ്പുകളോടാണ് സാദൃശ്യപ്പെടുത്തിയത്. നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന് ഇത് കരങ്ങളുണ്ട് എന്ന് പറയൽ അവനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാണ് എന്ന് വാദത്തിന് സമ്മതിച്ചാൽ, ഇത് സമ്മതിക്കുകയല്ല മറിച്ച് വാദത്തിന് സമ്മതിച്ചാൽ ഏതാണ് കൂട്ടരെ കൂടുതൽ നല്ലത്? കൈകളുള്ള പടപ്പിനോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണോ? പൂർണ്ണതയുള്ള പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാണോ? അതല്ല പൂർണ്ണതയില്ലാത്ത പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാണോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സാദൃശ്യപ്പെടുത്തലല്ല ഒരിക്കലും. പക്ഷെ അവരുടെ വാദത്തിന് സമ്മതിച്ചാൽ പോലും ഏതാണ് കൂടുതൽ അപകടം? ആ പറയുന്ന അവർ ഏത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോ അതിനേക്കാൾ വലിയ കുഴിയിൽ പോയി ചാടുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് ഏത് ദീനിന്റെ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
കിതാബിലും സുന്നത്തിലും വന്ന ഒരു കാര്യത്തെ നമ്മൾ നിഷേധിക്കാനോ വളച്ചൊടിക്കാനോ മെനക്കെട്ടോ അതിനേക്കാളും വലിയ കുഴി പോയി ചാടും. ഒരു സംശയവുമില്ല. കിതാബിലും സുന്നത്തിലും വന്നത് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ സലഫിന്റെ മനഹജ് എന്താണോ അതിൽ ഉറച്ചു നിന്നാൽ സലാമത്തിലായിരിക്കും. അതാണ് പറയുന്നത് തരീഖത്തു സലഫി അസ്ലം. മുൻഗാമികളുടെ വഴി അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. പിൽക്കാലത്ത് വന്ന ചില ആളുകൾ, പിഴച്ച ചിന്താഗതികൾ കയറിക്കൂടിയ ചില ആളുകൾ പറഞ്ഞു തരീഖത്തു സലഫി അസ്ലം വലാകിൻ തരീഖത്തുൽ ഖലഫി അഅലം വഅഹ്കം. സുബ്ഹാനല്ലാഹ്, ഒരു വഴികേട് എവിടെ എത്തിയെന്ന് നോക്കണം. മുൻഗാമികളുടെ വഴി അതാണ് സുരക്ഷിതം. പക്ഷെ പിൽക്കാലക്കാരായ ആളുകൾ അവരിങ്ങനത്തെ സിഫത്തിനൊക്കെ നിഷേധിച്ച് കൈയെന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്, അത് ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. അവരുടെ വഴിയാണ് അലം, കൂടുതൽ അറിവുള്ള വഴി, അഹ്കം, കൂടുതൽ ഹിക്മത്തുള്ള വഴി എന്ന് പറഞ്ഞവർ വരെ കൂട്ടത്തിലുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്കുള്ള മറുപടി എന്താണ്? തരീഖത്തു സലഫി അലം വഅസ്ലം വഅഹ്കം. സലഫിന്റെ മുൻഗാമികളുടെ വഴി അതാണ് ഏറ്റവും സുരക്ഷിതമായത്, ഏറ്റവും അറിവുള്ളത്, ഏറ്റവും കൃത്യമായ യുക്തിപരമായ വഴി അവരുടെ വഴിയാണ്. അവർക്ക് കിട്ടാത്തൊരു ഖൈർ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അവർ ഈ ദീനിൽ നേടിയെടുത്തിട്ടില്ലാത്ത ഒരു ഖൈറിലേക്ക് എത്താൻ പോകുന്നില്ല. അവർ ഖൈറും കൊണ്ടുപോയ ആളുകളാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ദറജയിലേക്ക് എത്തിപ്പെടാൻ ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല. അവരുടെ വിശ്വാസത്തെക്കാൾ ഒരു നല്ല വിശ്വാസം നീ കണ്ടെത്താൻ പോകുന്നില്ല. അവരുടെ നിലപാടിനേക്കാൾ നല്ലൊരു നിലപാട് നിനക്കിനി കണ്ടെത്താൻ സാധ്യമല്ല. നോക്കൂ, നിങ്ങൾ ആ മുൻഗാമികളുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു കുല്ലു മുമസ്സിലിൻ മുഅത്തിൽ. അള്ളാഹുവിന്റെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിയവരൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുകയാണ്. കാരണം ഖുർആനിൽ ആയത്ത് കണ്ടാൽ യദുല്ലാഹ് എന്ന് കണ്ടാൽ അവൻ പറയുന്നു അത് എന്റെ യദു പോലെയാണ് എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹുവിന്റെ യഥാർത്ഥ യദിനെ, കൈയിനെ അവൻ നിഷേധിച്ചു. കാരണം അവൻ വിശ്വസിച്ചത് അള്ളാഹു പറഞ്ഞ അവന്റെ യദിലല്ല, അവൻ പടപ്പുകളോട് സാദൃശ്യമുള്ള യദിലാണ് അവൻ വിശ്വസിച്ചത്. അതോടെ അവൻ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ യഥാർത്ഥ സിഫത്തിനെ നിഷേധിച്ചു. അപ്പൊ നോക്കൂ, നിഷേധിക്കുന്നവനൊക്കെ അള്ളാഹുവിന്റെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിയവനൊക്കെ എന്തു ചെയ്തു? നിഷേധിച്ചു. അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചു. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കുല്ലു മുഅത്തിലിൻ മുമസ്സിൽ വകുല്ലു മുമസ്സിലിൻ മുഅത്തിൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇതിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുക എന്നതാണ് കൂടുതൽ അപകടകരം. അതുപോലെ അതാണ് ഉമ്മത്തിൽ കൂടുതൽ ആളുകൾക്കിടയിൽ കടന്നു കയറിയത്. എന്ത്? സിഫത്തുകളെ നിഷേധിക്കുക എന്നത്, അതിനെ നിഷേധിക്കുക എന്നതാണ് ആളുകൾക്കിടയിൽ കടന്നു കയറുന്നത്. നോക്കൂ, ജഹ്മ ബിൻ സഫ്വാനെ പോലെയുള്ള ഈ വഴികേടിന്റെ നേതാക്കന്മാർ ഇത് നേർക്കുനേരെ വന്നിട്ട് ആദ്യം തന്നെ അങ്ങ് നിഷേധിക്കല്ല ചെയ്തത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കൈകളില്ല, അള്ളാഹുവിന് വജ്ഹില്ല, അള്ളാഹുവിന് ഐനില്ല എന്ന് നേർക്കുനേരെ ആദ്യം തന്നെ വന്നു പറഞ്ഞാൽ ഏത് മുസ്ലിമാണ് വിശ്വസിക്കുക? കാരണം ഖുർആനിലും സുന്നത്തിലും നിറഞ്ഞു കിടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ആളുകൾക്ക് ചില രീതികളുണ്ട്. എന്താണ്? അവർ വന്നിട്ട് മുസ്ലിമീങ്ങളോട്, സാധുക്കളായ ആളുകളോട് ചോദിക്കും, അള്ളാഹുവിന് ജിസ്മുണ്ടോ? അള്ളാഹുവിന് ശരീരമുണ്ടോ? ശരീരം ഉണ്ടെന്ന് പറയലാകില്ലേ? ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളൊക്കെ എന്തു ചെയ്യണം? പറഞ്ഞാൽ അതൊക്കെ വ്യാഖ്യാനിക്കണം, അതിന് മറ്റുള്ള അർത്ഥം കൊടുക്കണം. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നോക്കൂ, ഇതുപോലുള്ള വൃത്തികെട്ട പിഴവിന്റെ ചോദ്യങ്ങൾ കേട്ടാൽ അഹ്ലുസുന്നത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ചൂളിപ്പോവുകയോ ഉത്തരം മുട്ടിപ്പോവുകയോ ചെയ്യുകയില്ല. ഒരിക്കലുമില്ല. അള്ളാഹുവിന് ജിസ്മുണ്ട്, അള്ളാഹുവിന് ശരീരമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതുപോലെ പിഴച്ച ചോദ്യങ്ങൾ ഏത് ആളുകൾ ചോദിച്ചോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കുട്ടികളെ, മുതിർന്നവരെ, വാക്കളെ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് നമ്മുടെ വിശ്വാസം? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നമ്മൾ പറയും, അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പറയും. അതുപോലെ ഏതേത് ന്യൂനതകൾ ഉള്ള വിശേഷണങ്ങളാകട്ടെ അത് അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ പറയുകയില്ല. അതില്ല എന്ന് നമ്മൾ പറയും. ഒരിക്കലുമില്ല, അങ്ങനെയുള്ള വിശേഷണങ്ങൾ അള്ളാഹുവിനില്ല. അള്ളാഹു വിശ്രമിക്കാൻ പോയി എന്ന് യഹൂദികൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ നിഷേധിച്ച കാര്യമാണ്. ഇല്ല, അത് ന്യൂനതയാണ്, അത് അള്ളാഹുവിനില്ല. അതേസമയം ചില വാക്കുകൾ ഉണ്ടാകും, അത് നേർക്കുനേരെ ഒരു ന്യൂനതയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ എന്നാൽ അത് പൂർണ്ണതയാണെന്നും പറയാൻ കഴിയില്ല.
അങ്ങനെയുള്ള വാക്കുകൾ, അത് എന്താണ് നമ്മുടെ നിലപാട്? ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ട് എന്ന് പറയും, ഇല്ല എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയും. ഒന്നും പറഞ്ഞിട്ടില്ല, അതാകട്ടെ ഒറ്റയടിക്കത് ന്യൂനതയാണ് എന്നോ മറ്റോ പറയാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയില്ല, ഒന്നും പറയുകയില്ല. നമ്മൾ എവിടെയും അള്ളാഹുവിന് ജിസ്മുണ്ട്, അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് ഒരിക്കലും പറയുകയില്ല. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ ആളുകളുടെ ഇടയിൽ പോയിട്ട് അള്ളാഹുവിന് ജിസ്മില്ല, ശരീരമില്ല എന്ന് നമ്മൾ പറയുകയില്ല. എന്തുകൊണ്ടാണ്? അത് ഖുർആനും സുന്നത്തിലും അത് അങ്ങനെ വന്നിട്ടില്ല എന്നതുകൊണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കുക, അതേസമയം ഒരാൾ, ഒരു ബിദ്അഈ, ഈ ഇതുപോലുള്ള പിഴച്ച വിശ്വാസവുമായി ഉള്ളവൻ നമ്മളോട് തർക്കിക്കാൻ വരികയാണ്, സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ സംസാരത്തിനിടയിൽ അവൻ ചോദിക്കാൻ, നിങ്ങളുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന് ജിസ്മുണ്ടോ, ശരീരമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നസ്തഫ്സിൽ, ഇസ്തിഫ്സാൽ, അതാണ് നമ്മുടെ വഴി. എന്താണ് ഇസ്തിഫ്സാൽ? അവനോട് ചോദിക്കും, എന്താണ് ഈ ജിസ്മ് എന്ന് പറയുന്നതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് ഇതാ മജ്ജയും മാംസവും രക്തവും ഞരമ്പുകളും ഒക്കെ ഉള്ള ഈ ശരീരം പോലെ അങ്ങനെ ഒരു ശരീരമാണോ നീ ഉദ്ദേശിക്കുന്നത്? നഊദു ബില്ലാഹ്, ഒരിക്കലും അള്ളാഹുവിന് അങ്ങനെയില്ല. അതേസമയം നീ ഈ ജിസ്ം എന്ന് പറയുമ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജിസ്മുണ്ട് എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കുക അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട് എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ജിസ്മുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിന് വജ്ഹ്, അള്ളാഹുവിന്റെ വജ്ഹ്, അവന്റെ മുഖം, അതുപോലെ അള്ളാഹുവിന്റെ കണ്ണുകൾ ഖുർആനിൽ വന്നതാണ്. ഹദീസിൽ വന്ന പല വിശേഷണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വിശേഷണത്തെയാണോ നീ ജിസ്മ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? നീ എന്തുദ്ദേശിച്ചാലും തരക്കേടില്ല. ഖുർആനിലും സുന്നത്തിലും വന്ന വിശേഷണത്തെയാണോ നീ ജിസ്മ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്? നമ്മളത് തള്ളുകയില്ല, നമ്മൾ അതുപോലെ വിശ്വസിക്കും. അതേസമയം ആദ്യം തന്നെ പോയി അള്ളാഹുവിന് ജിസ്മ് ഉണ്ടെന്നോ ഇല്ല എന്നോ നമ്മൾ പൊതുവെ പറയുക. എന്തുകൊണ്ടാണ്? ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്ന് പറയും, നമ്മൾ ഉണ്ട് എന്ന് പറയും. ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഇല്ല എന്ന് പറയും. ഒന്നും പറയാത്ത നമ്മളൊന്നും പറയുകയില്ല. കുട്ടികൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന് അങ്ങനെയില്ല, ഇങ്ങനെയില്ല, അതില്ല, ഇതില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് എന്തല്ല? അള്ളാഹുവിനെ പുകഴ്ത്തലല്ല. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹുവിന് ഉണ്ട്, ഇന്ന വിശേഷണങ്ങൾ ഉണ്ട്, ഉള്ള വിശേഷണങ്ങൾ പറയൽ അള്ളാഹുവിന് പുകഴ്ത്തലാണ്. അതേസമയം വെറുതെ ഇങ്ങനെ നിഷേധിച്ചു കൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിനെ പുകഴ്ത്തലല്ല. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിന്റെ നബിമാർ കൂടുതലും ഉമ്മത്തിനെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉള്ള വിശേഷണങ്ങളാണ്, സ്ഥിരീകരിക്കലാണ് അവരുടെ വാക്കുകളിൽ കൂടുതൽ. നിരാകരിക്കൽ വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് നിന്റെ റബ്ബ് പടപ്പുകളോട് അനീതി കാണിക്കുകയില്ല, നിഷേധിച്ചു. അനീതി അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിൽ നീ തവക്കുലാക്കുക. നിഷേധിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഇല്ല ഇല്ല എന്ന് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, വളരെ കുറവായിരിക്കും. എന്നു മാത്രമല്ല, അള്ളാഹുവിനൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ എതിരായ പരിപൂർണമായ വിശേഷണങ്ങൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് അതിലൂടെ വരും. നോക്കൂ നിങ്ങൾ, നിഷേധത്തിൽ എന്തുണ്ട്? സ്ഥിരീകരണമുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു അനീതി കാണിക്കുകയില്ല, അതിനർത്ഥം എന്താ? പരിപൂർണമായ നീതിയുള്ളവനാണ് റബ്ബ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. അവന്റെ ഹയാത്ത് അത്രയും പരിപൂർണമാണ്, സമ്പൂർണമാണ് എന്ന് അതിൽ അർത്ഥമുണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കുക എന്നത് പുകഴ്ത്തലല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം അത് മനസ്സിലാകും. അഇമ്മത്ത്, വലിയ മുൻഗാമികൾ ഇമാമമാർ പറഞ്ഞ ഉദാഹരണമാണ്. ചില സന്ദർഭങ്ങൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും. ഒരു രാജാവിനെ പുകഴ്ത്താനായി ഒരാൾ വന്നു നിൽക്കുകയാണ്, അയാളെ കുറിച്ച് കവിത പാടുകയാണ്. എന്നിട്ട് പുകഴ്ത്തുമ്പോൾ ഈ രാജാവിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുകയാണ്, രാജാവേ, നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത ആളല്ല, നിങ്ങളൊരു മണ്ടനല്ല, നിങ്ങളൊരു വിവരം കെട്ടവനല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ? ആരാണത് പുകഴ്ത്തലാണെന്ന് പറയാം? അത് പുകഴ്ത്തല, അത് ഇകഴ്ത്തലാണ്. അത് പുകഴ്ത്തലല്ല, അത് ഇകഴ്ത്തലാണ്. എല്ലാ മലിക്കുകളുടെയും മുകളിലുള്ള പടപ്പുകളുടെ വിശേഷണങ്ങൾ അല്ല, സമ്പൂർണമായ വിശേഷണങ്ങളുള്ള റബ്ബിനോടുള്ള മര്യാദ. ഇങ്ങനെ ഇല്ല 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 എന്ന് പറയൽ പുകഴ്ത്തലല്ല. ഇല്ല എന്ന് പറഞ്ഞത് ഖുർആൻ സുന്നത്തിലും വന്നത് അതുപോലെ പറയുക. അത് പറയുമ്പോൾ തന്നെ എതിരായ പരിപൂർണമായ വിശേഷണം സ്ഥാപിക്കലുണ്ട്. പുകഴ്ത്തൽ യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ പറയലാണ്.
യഥാർത്ഥ പുകഴ്ത്തൽ അതാണ്. അതുപോലെ നിരാകരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ നിരാകരിക്കണം. അതുകൊണ്ടാണ് സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയുന്നതിന്റെ കൂടെ പലപ്പോഴും എന്ത് വന്നിട്ടുള്ളത്? ഹംദുലില്ലാഹ്. തസ്ബീഹിന്റെ കൂടെ ഹംദ് പലപ്പോഴും കടന്നു വരുന്നത് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഇതുപോലുള്ള ചില തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഇവർ ഈ നിഷേധം തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. അള്ളാഹുവിന് ശരീരമുണ്ടോ പോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും എവിടെയും പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നോ ഇല്ല എന്നോ തുടക്കത്തിൽ പറയുകയില്ല. അതേസമയം തർക്കവുമായി ഏതെങ്കിലും ഒരുവൻ വന്നാൽ നമ്മൾ അവരോട് ചോദിക്കും, നീ പറഞ്ഞ ഉദ്ദേശം എന്താണ്? അത് മുഹ്തമലായ രണ്ടർത്ഥവും വരാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. അതിന് മറുപടി പറയുക, യെസോർനോ എന്നതിന് മറുപടി പറയുക നമ്മളെ ബാധ്യതയല്ല, ഇത് ദീനാണ്. എന്തു ചോദിക്കാൻ? നീ അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മജ്ജയും മാംസവും ഒക്കെയുള്ള ശരീരമാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന് അതില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതേസമയം നീ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ വിശേഷണമായ ഖുർആനിൽ വന്നിട്ടുള്ള മുഖം, ഇതുപോലുള്ള കാര്യങ്ങളാണോ? അള്ളാഹുവിനുണ്ട്, അതാണ് നമ്മുടെ വിശ്വാസം. നീ അതിന് ജിസ്മു എന്ന് പേര് വിളിക്കുന്നത് കൊണ്ട് നമുക്കത് നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മൾ അതിന് ജിസ്ം, ശരീരം എന്ന് പേര് വിളിക്കുകയില്ല. അപ്പൊ നോക്കൂ, ഇതുപോലുള്ള ചില ബാത്തിലായ വാദങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് അവരെ പിഴപ്പിക്കാൻ ശ്രമിക്കുക. ഇനി കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ, ഖുർആനിൽ വന്ന ആയത്തുകളെ, ഹദീസുകളെ നിഷേധിക്കാൻ, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കാൻ ഇവർക്ക് രണ്ട് വഴികളാണുള്ളത്. രണ്ട് രീതിയിലാണ് ഇവർ നിഷേധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഖുർആനിലെ ആയത്തുകൾ ഓതാത്തവരല്ല ഈ ആളുകൾ. യദുല്ലാഹ് ബലിയദാഹു മബ്സൂത്തതാൻ, ഇതൊക്കെ ഓതുന്നവരാണ്. എങ്ങനെയാണ് ഇവർ ഇതിനെ നിഷേധിച്ച് തള്ളുന്നത്? രണ്ട് വഴികളാണ്. ഒന്ന് തഅ്വീൽ, രണ്ടാമത്തേത് തഫ്വീർ. ഈ രണ്ട് വഴിയിലൂടെയാണ് അവർ ഇതിനെ നിഷേധിക്കുക. ഒന്നാമത്തേത് തഅ്വീൽ. തഅ്വീൽ എന്താണ്? വ്യാഖ്യാനിക്കുക, വേറെ അർത്ഥം പറയുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ വഴിവഴച്ച ആളുകളുടെയും പിടിവള്ളിയാണ് എന്ത്? തഅ്വീൽ, വ്യാഖ്യാനം. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു കോടിയ കുഫർ പറഞ്ഞ ഒരുവൻ, അയാൾ പറയാത്ത കുഫർ എന്താണുള്ളത്? കേട്ടിട്ട് ഖാസിമി പറഞ്ഞു, എന്ത് കുഫറാണ് അയാൾ പറയാത്തുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചീത്ത പറഞ്ഞു കുറെ മുമ്പ്, കഅബയെ കുറിച്ച് അങ്ങേറ്റം നിന്ദ്യമായ വാക്കുകൾ പറഞ്ഞു, മക്കയും മദീനയും കുറിച്ച് പറഞ്ഞു, ദജ്ജാലിനെ പുകഴ്ത്തി, ഇമാം മഹദിയെ ബിംബാരാധകരാണ് അയാളുടെ പിന്നാലെ, ഇമാം മഹദിയുടെ പിന്നാലെ പോവുക എന്ന് അയാൾ പറഞ്ഞു. ഇങ്ങനെ പറയാത്ത കുഫറില്ല. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്, ആ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, മറ്റേ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തി, ജനങ്ങളുടെ ദീനും ദുനിയാവും ബാക്കിയുണ്ടാവില്ല ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ. ഒരാൾ മറ്റൊരാളായിട്ട് കച്ചവടത്തിന് കൂടി. ദുനിയാവിലെ ആളുകൾ ഈ തഅ്വീൽ ഒരിക്കലും അനുവദിക്കുകയില്ല. ദുനിയാവിൽ ബുദ്ധിയുള്ള ഒരാളും ഈ രൂപത്തിലുള്ള ഭ്രാന്തന്മാരുടെ രീതി അംഗീകരിക്കുകയില്ല. ഒരാൾ മറ്റൊരാൾ കച്ചവടം കൂടെ എന്നിട്ട് പറഞ്ഞു, നീ ഞാനുമായി കച്ചവടം കൂടെ, നിനക്ക് എല്ലാ മാസവും 10% ലാഭവിഹിതം. മാസങ്ങൾ കഴിഞ്ഞു, ലാഭമൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ലാഭം എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നഷ്ടമാണ്. ദുനിയാവിലെ ലാഭമൊക്കെ എന്ത് ലാഭം, ഒക്കെ നഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നോക്കൂ, ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാളും, ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇതുപോലെ പറയുന്നതിന് നേരെ വിരുദ്ധമായ അർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ സമ്മതിക്കില്ല. പക്ഷെ ദീൻ കൊണ്ട് ഈ ആളുകൾ കളിക്കുന്നത് നോക്കൂ. ഇതുപോലുള്ള നജിസുകൾ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് കളിക്കുന്നത് നോക്കൂ നിങ്ങൾ. വ്യക്തമായ കുഫർ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് മനുഷ്യന്മാർ വാക്കി? ഇയാൾ വീട്ടിലിങ്ങനെയാണോ ഭാര്യയോടും മക്കളോടൊക്കെ പെരുമാറുക? പറഞ്ഞതിന് നേരെ എതിരർത്ഥം. കുട്ടികളും അങ്ങനെ തന്നെ. ഇനി വാന്ന് പറഞ്ഞാൽ അങ്ങ് പോവുക, അത് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞാൽ വിറ്റിട്ട് വരിക, അത് വൃത്തിയാക്കാൻ പറഞ്ഞാൽ അത് കൊണ്ടുപോയി മാലിന്യത്തിലിടുക. ഉദ്ദേശം അങ്ങനെയാണെന്ന് പറഞ്ഞ പോലെ ദുനിയാവ് സഹോദരങ്ങൾ, ദുനിയാവും ദീനും തകരുന്ന വർത്തമാനമാണ്. ഇവരാരും അവരുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ഈ വക ഭ്രാന്തൻ ജൽപ്പനങ്ങൾ അംഗീകരിക്കുകയില്ല. ദീനാവുമ്പോൾ ദീൻ കൊണ്ട് കളിക്കുക. എല്ലാ വഴികെട്ടവരുടെയും പിടിവള്ളിയാണ് തഅ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക. അങ്ങനെ അർത്ഥം, മറ്റേതർത്ഥം, ആ അർത്ഥം, ഈ അർത്ഥം എന്ന് പറയുക. അല്ലാഹു റബ്ബുൽ ആലമീൻ വ്യക്തമായ അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വ്യക്തമായ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അതിറങ്ങുമ്പോൾ അവിടെ ജീവിച്ചിരുന്ന സഹാബത്തിന്റെ ഭാഷയിൽ, അറബികളുടെ, അന്നവിടെ ഉണ്ടായിരുന്ന അറബികളുടെ ഭാഷയിൽ. അതാണ് ഖുർആനിൽ നിന്ന് മുൻഗാമികൾ, സഹാബത്ത് ആ അർത്ഥമാണ് അതിന് മനസ്സിലാക്കിയത്. നോക്കൂ നിങ്ങൾ, തഅ്വീൽ അവരുടെ വഴിയാണ്. അവർ പറഞ്ഞു, എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, യദ്, അള്ളാഹുവിന്റെ
കരം എന്ന് പറഞ്ഞാൽ കൈ എന്നല്ല അർത്ഥം, അവിടെ ശക്തി എന്ന അർത്ഥം വെക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന അർത്ഥം വെക്കണം. ശരി, നേരത്തെ അവർ പറയുന്ന വാദം ഇവിടെയും അവരെ തിരിച്ചടിക്കും. ശരി, ശക്തി എന്ന് നിങ്ങൾ ഇതിനർത്ഥം വെച്ചാൽ പടപ്പുകൾക്ക് ശക്തിയില്ലേ? പടപ്പുകൾ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാറില്ലേ? അതും സാദൃശ്യപ്പെടുത്തലാവുകയില്ലേ? കൈ മാത്രമാണ് സാദൃശ്യപ്പെടുത്തുക. അപ്പൊ അവർ പറയും അത് ആ ശക്തി വേറെ, ഇത് ഈ ശക്തി വേറെ. അതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ആ കൈ വേറെ, ഈ കൈ വേറെ. അതന്നെയാണ് ഇവിടെ. ഒരു സിഫത്തിലുള്ള വർത്തമാനം എന്താണോ അത് തന്നെയാണ് മറ്റുള്ള സിഫത്തുകളുടെ കാര്യത്തിൽ നമ്മുടെ വർത്തമാനം. സിഫത്തുകളുടെ കാര്യത്തിൽ എന്താണോ പറയാനുള്ളത് അത് തന്നെയാണ് ദാത്തിനെ കുറിച്ച്, അതാ അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ളത്. അള്ളാഹുവിനെ പോലെ ആരുമില്ലല്ലോ, അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലെ വിശേഷണങ്ങൾ മറ്റാർക്കുമില്ല. അങ്ങനെ നോക്കൂ നിങ്ങൾ, ഈ ആളുകൾ പറഞ്ഞ അർത്ഥം പലതുണ്ട്. ഇപ്പോ കൈക്ക് ശക്തി എന്നർത്ഥം വെച്ചു. നോക്കൂ, ഒരു വാക്കിന് എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരർത്ഥമുണ്ട് എങ്കിൽ ആ കണ്ട അർത്ഥമൊക്കെ ഖുർആനിലും സുന്നത്തിനും പറഞ്ഞതിന് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങനെ അതിന്റെ ബാഹിറായി ഒരാൾക്ക് നേർക്കുനേരെ കിട്ടുന്ന അർത്ഥത്തിൽ നിന്ന് വേറെ അർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ തെളിവ് വേണം. വേറെ അർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ എന്തു വേണം? തെളിവ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ച ആണിന്റെയും പെണ്ണിന്റെയും കൈ നിങ്ങൾ മുറിക്കുക. ഒരാൾ എന്താണ് കൈ മുറിക്കുക എന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലാതാക്കുക, അയാളുടെ അനുഗ്രഹം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മോഷ്ടിച്ചവരുടെ കൈ മുറിക്കാൻ പാടില്ല. കാരണം അവിടെ കൈ എന്നല്ല അർത്ഥം, അവിടെ ശക്തി എന്നാണ് അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ പറയൂ, ഈ ആളുകൾ അതിനെന്തു മറുപടി പറയും? ഇവർ പറയണം അല്ല, അവിടെ കൈ എന്ന് തന്നെയാണ് അർത്ഥം, അവിടെ കൈ എന്ന് തന്നെയാണ് അർത്ഥം. അതല്ലാതെ അതിന്റെ അപ്പുറത്തുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് തെളിവ് വേണം. അതുപോലെ തന്നെയാണ് ഇവിടെ അള്ളാഹുവിന്റെ ഏതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏതാ, ഇത് മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് തെളിവുള്ളത്? സഹോദരങ്ങളെ, കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം. ബാത്തിനിയാക്കൾ എന്ന് പറയുന്ന അങ്ങേയറ്റം പഴച്ച കക്ഷികൾ ഒരു ഇസ്ലാമിന് പുറത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉബൈദികളെ പോലെ, ഫാത്തിമികൾ എന്നറിയപ്പെടുന്ന ഉബൈദികൾ. എന്താണ് ഈ ഖൗമിന്റെ ഒക്കെ വിശ്വാസം? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീനിൽ, അവരുടെ രാജ്യത്ത് ദീനിന്റെ അടയാളങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് കള്ളുകുടിക്കാം, വ്യഭിചരിക്കാം, എല്ലാ വൃത്തികേടുകളും അനുവാദം. പേരെന്താ? ഇസ്ലാമിക ഭരണകൂടം. എന്നിട്ട് ഈ ഖുർആനിലെ ആയത്തുകൾക്കൊക്കെ അവർ വേറെ അർത്ഥം കൊടുക്കുകയാണ് ചെയ്തത്. അഥവാ കള്ളുകുടിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ ഖംറിന് അതല്ല അർത്ഥം, അത് വേറെ അർത്ഥമാണ്. സിന, വ്യഭിചാരം അതല്ല അർത്ഥം, അതിന് വേറെ അർത്ഥമാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാത്തിനിയാക്കൾ ഓരോ ആയത്തിനും ഹദീസിനും അതിനൊക്കെ വേറെ അർത്ഥം വെച്ചത്. നോക്കൂ, ഈ ആളുകൾ അള്ളാഹുവിന്റെ സിഫത്തിൽ ഇതേ പണിയെടുക്കുന്നവർ എങ്ങനെ അവരെ എതിർക്കും? അവർ പറയും ഇത് തഅ്വീല, ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയും? നിങ്ങൾക്ക് അവരോട് എന്ത് മറുപടി പറയാനുണ്ട് അതാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള മറുപടി. നിങ്ങൾക്ക് അവരോട് എന്ത് പറയാനുണ്ട് അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. തെളിവില്ലാതെ അള്ളാഹുവിന്റെ കിതാബുകളുടെ, അള്ളാഹുവിന്റെ ആയത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അർത്ഥം മാറ്റിമറിക്കാൻ, അതിന് വ്യാഖ്യാനങ്ങൾ നൽകാൻ പാടില്ല. ഇനി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ അഹ്കാമുകൾ, കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത് പോലെയുള്ള അഹ്കാമുകൾ പറഞ്ഞ ആയത്തുകളുടെ അർത്ഥം മാറ്റുന്നതിനേക്കാൾ ഗൗരവമാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം മാറ്റുക. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഇന്നത് ചെയ്യരുത്, ഇന്നത് ഹറാമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാറ്റുന്നതിനേക്കാൾ ഗുരുതരമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അവന്റെ വിശേഷണങ്ങളുടെ അർത്ഥം മാറ്റുക എന്ന് പറഞ്ഞ. സുബ്ഹാനല്ലാഹ്, അവിടെ അകപ്പെട്ടിരിക്കുന്ന ഈ ആളുകൾ അകപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ അപകടത്തിലാണ് എന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെ ഇവർ മാറ്റി പറഞ്ഞ അർത്ഥങ്ങളിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തി എന്ന അർത്ഥം. അതെങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ നിഅമത്ത്, അനുഗ്രഹം എന്ന അർത്ഥം എങ്ങനെ? ഒരിക്കലും അവിടെ ശരിയാവുകയില്ല. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ബൽ യദാഹു മബ്സൂതതാൻ, അവന്റെ ഇരുകരങ്ങൾ നിവർത്തിപ്പിടിച്ചിരിക്കുന്നു. എന്റെ രണ്ടു കൈകൾ കൊണ്ട് ഞാൻ പടച്ച ആദം. അള്ളാഹുവിന് അവിടെ ശക്തി എന്ന അർത്ഥം വെച്ചാൽ എന്ത് പറയേണ്ടി വരും? രണ്ട് ശക്തി കൊണ്ട് അള്ളാഹു രണ്ട് ശക്തി നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാ ഖുവ്വത്തും അള്ളാഹുവിനുള്ള, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ. അനുഗ്രഹം എന്ന അർത്ഥം വെച്ച് നോക്കും. രണ്ട് അനുഗ്രഹം കൊണ്ട് ഞാൻ പടച്ചത്. അള്ളാഹുവിന് രണ്ട് അനുഗ്രഹമാണ് ഉള്ളത്. ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നാണ് മെനക്കെട്ടാൽ അത് എണ്ണിത്തീരുകയില്ല എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. ഇനി നോക്കൂ,
ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇരു കരങ്ങൾ കൊണ്ട് അള്ളാഹു പടച്ച ആദം. ശരി, അള്ളാഹു അവിടെ ശക്തി എന്ന അർത്ഥം പറഞ്ഞാൽ എന്താണ് ആദം നബിക്ക് പിന്നെ പ്രത്യേകതയുള്ളത്? കാരണം അള്ളാഹു എല്ലാവരെയും പടച്ചതവന്റെ ശക്തി കൊണ്ട് തന്നെയാണല്ലോ. ഇബിലീസിനെ അള്ളാഹു പടച്ചതും അള്ളാഹുവിന്റെ ശക്തി കൊണ്ട്, ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചതും ശക്തി കൊണ്ട്. പിന്നെന്താണ് വ്യത്യാസമുള്ളത്? അതായിരുന്നു അവിടെ അർത്ഥമെങ്കിൽ ഇബ്ലീസ് ആ ന്യായം പറയുമായിരുന്നു റബ്ബിനോട്. അവൻ അതിനേക്കാൾ നിലവാരം കുറഞ്ഞ ന്യായം പറഞ്ഞിട്ടുണ്ട്. മണ്ണുകൊണ്ട് പടച്ച ആൾക്ക് തീ കൊണ്ട് പടച്ച ഞാൻ സുജൂദ് ചെയ്യാനോ എന്ന് പറഞ്ഞവൻ ഉറപ്പായിട്ട് എന്തു പറയും? എന്നെ നിന്റെ ശക്തി കൊണ്ടാണല്ലോ പഠിച്ചത് എന്ന് ഇബ്ലീസ് ചോദിക്കും. അതുകൊണ്ടാണ് ഇമാം ദാരിമി റഹിമഹുല്ലാ ബിശ്റുൽ മിരീസിക്ക് മറുപടി പറഞ്ഞപ്പോൾ ഇമാം ദാരിമി പറഞ്ഞു റഹിമഹുല്ലാ, അള്ളാഹുവിന്റെ കൈകളെ നിഷേധിച്ചവൻ സ്വന്തം ഉപ്പയായ ആദം അലൈഹിസ്സലാമിനോട് ഉഖൂഖ് ചെയ്തു. മാതാപിതാക്കളോട് അവരെ ദ്രോഹിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന പണിയാണ് എടുത്തത്. ആദം അലൈഹിസ്സലാം മനുഷ്യരുടെ പിതാവാണ്. സ്വന്തം ഉപ്പയെ അപമാനിക്കാണ് യഥാർത്ഥത്തിൽ ആ വാക്ക് പറയുന്നവർ ചെയ്യുന്നത്. കാരണം നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠതയാണ് എന്ത്? അള്ളാഹു ആദം നബിയെ അവന്റെ ഇരു കരങ്ങൾ കൊണ്ട് പടച്ചു എന്നത്. അത് ഇല്ല എന്ന് പറയുന്നവൻ സ്വന്തം പിതാവിനെ, ആദം അലൈഹിസ്സലാമിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇക്കാര്യം എടുത്തു പറഞ്ഞത് കാണാം. അദ്ദേഹത്തെക്കാൾ മുന്നേ ഇമാം ദാരിമി ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഇങ്ങനെ വ്യാഖ്യാനം അതിനുണ്ടായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരണമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കണ്ട അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ പറഞ്ഞിട്ട് നേർക്കുനേരെ അതിന്റെ അർത്ഥം കുഫറാണ് ഇവരുടെ വാദപ്രകാരം. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ കുഫറാണ്, ദലാലത്താണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകളോട് പറഞ്ഞിട്ട് ഒരു തവണ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഇവിടെ ഒന്നും അർത്ഥം ഇതല്ല കേട്ടോ, ഇതൊക്കെ അർത്ഥം ശക്തി എന്നാണ്, അള്ളാഹുവിന്റെ നിഅമത്ത് എന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് പറഞ്ഞില്ല? മാത്രമല്ല സഹാബത്ത് അത്ഭുതത്തോടെ അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി അതെ എന്നാണ് പറഞ്ഞത്. അബൂ റസീൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അടിമകൾ നിരാശരാകും, അള്ളാഹുവിന്റെ സഹായം അടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ നിരാശ അവർ പ്രകടിപ്പിക്കാൻ അള്ളാഹു ചിരിക്കുന്നു. അക്കാര്യത്തിൽ അവന്റെ അനുഗ്രഹം, അവന്റെ തുറവി, പരിഹാരം അടുത്തിട്ടുണ്ട്. പക്ഷെ അവർ നിരാശയിലാണ്, അള്ളാഹു ചിരിക്കുന്നു. അബൂ റസീൻ റളിയല്ലാഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അവ യദ്ഹഖു റബ്ബ്, അള്ളാഹുവിന്റെ റസൂലെ റബ്ബ് ചിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നഅം, അതെ. അബൂ റസീൻ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. ലൻ നഅദിമ ഖൈറൻ ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറൻ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഇനി ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടാനില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു ഇവരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ മറുപടി പറയേണ്ടത്? റബ്ബ് ചിരിക്കുമോ അള്ളാഹുവിന്റെ റസൂലെ? ആ ചിരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, ഇങ്ങനെ എന്നല്ലേ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം നഅം, അതെ. എന്താണ് സഹാബത്ത് വിശ്വസിക്കുന്നത്? അത് അള്ളാഹുവിന്റെ ദഹിക്കാണ്, അള്ളാഹുവിന്റെ വിശേഷണമാണ്. ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം അറിയാം, ഒരു സംശയവുമില്ല, അതിന്റെ അർത്ഥം അറിയാം. പക്ഷേ നമ്മുടെ ദഹിക്ക് പോലെ, പടപ്പുകളുടെ ആരുടെയും ദഹിക്ക് പോലെയല്ല അള്ളാഹുവിന്റെ ദഹിക്ക്, അള്ളാഹുവിന്റെ ചിരി എന്നാൽ അത് അവന്റെ പരിപൂർണതക്ക് യോജിച്ച, അവന്റെ മഹത്വത്തിന്, അവന്റെ മനോഹാരിതക്ക് യോജിച്ച അള്ളാഹുവിന്റെ ചിരിയാണ്. നോക്കൂ, രണ്ടാമത്തെ ഇവരുടെ നിഷേധത്തിനുള്ള വഴി അത് തഫ്വീറാണ്. എന്താണ് തഫ്വീർ? ഈ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഇതിൽ പലരും, നന്മ ആഗ്രഹിച്ച പല ആളുകൾ പോലും ഈ വാദമാണ് മുൻഗാമികളുടെ വാദം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് തഫ്വീർ എന്ന് പറഞ്ഞാൽ? തഫ്വീർ എന്നാൽ അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയില്ല, അത് നമ്മൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുന്നു. ഓക്കെ, യഥാർത്ഥത്തിൽ നമുക്കറിയാത്തത് എന്താണ് അറിയാത്ത? ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ കൈഫിയത്താണ്, എങ്ങനെയെന്നാണ് നമുക്കറിയാം. അല്ലാതെ അർത്ഥം നമുക്കറിയാം. പക്ഷെ ആളുകളുടെ വാദം എന്താണ്? അർത്ഥം നമുക്ക് അറിയില്ല. മറിച്ച് അർത്ഥം അറിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ബാഹ്യമായ അർത്ഥം അത് വിശ്വസിക്കാൻ ഒരിക്കലും പാടില്ല, അത് കുഫറാണ്. തഫ്വീദിന്റെ വാദപ്രകാരം എന്താണ്? അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൈ എന്ന് വിശ്വസിക്കാൻ പാടില്ല, അത് കുഫറാണ്, ദലാലത്താണ് അവരുടെ വാദപ്രകാരം. മറിച്ച് യദ് എന്ന് പറഞ്ഞാൽ യദ്, അള്ളാഹുവിന് യദുണ്ട്, അതിന്റെ അർത്ഥം അള്ളാഹ്ക്കറിയാം. ബാഹ്യമായ അതിന്റെ അർത്ഥം, കൈ എന്ന അർത്ഥം വിശ്വസിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. സുബ്ഹാന. ഇതാണ് തഫ്വീദിന്റെ വാദം. ഇതാണ് സലഫിന്റെ മുൻഗാമിയുടെ മൻഹജ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
ചില തഫ്സീറുകളും ചില പ്രസിദ്ധമായ ഹദീസിന്റെ ഷറഹുകളും ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം, ഇതായിരുന്നു മുൻഗാമികളുടെ മദ്ഹബ്. അല്ല, തെറ്റാണത്. ഒരിക്കലും മുൻഗാമികളുടെ മദ്ഹബ് അതായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ സിഫത്തുകളെ അങ്ങനെ തന്നെ വിശ്വസിച്ചവരാണ്. നോക്കൂ, ഖുർആൻ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അള്ളാഹു അവതരിപ്പിച്ചത്. സഹാബത്തിന്റെ ഭാഷ, അഥവാ ഖുർആൻ അവതരിപ്പിക്കുന്ന കാലത്തുള്ള അറബികളുടെ ഭാഷയിൽ. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു വാക്കിൽ അത് തെറ്റിദ്ധരിച്ച് അത് വേറെയായി സഹാബത്ത് ധരിച്ച സംഭവങ്ങൾ വളരെ 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 അപൂർവമാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരി പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് ഖുർആനിൽ ഒരു ആയത്ത് അള്ളാഹു പറഞ്ഞിട്ട് അതിന്റെ നേരെ തെറ്റായ ഒരർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ പോയി സംശയം തീർത്തത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അവരേറ്റവും നന്നായി അവർക്ക് ആ ഭാഷ അറിയാമായിരുന്നു. ആ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. എണ്ണം പറഞ്ഞ സംഭവങ്ങളെ സഹാബത്ത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ. ഒന്ന് നിങ്ങൾക്കറിയാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അതിക്രമം, ഈമാൻ ഉൾക്കൊണ്ട് അതിൽ ദുൽമ കലർത്താത്തവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന ആയത്ത്. അപ്പൊ അവർ തെറ്റിദ്ധരിച്ചു. ആ ദുൽമെന്ന് പറഞ്ഞാൽ ഏത് തെറ്റ് ചെയ്താലും അക്രമമാകുമല്ലോ. ഇപ്പൊ നമ്മൾ നിർഭയത്വമില്ലാത്ത ഹിദായത്തില്ലാത്ത ആളുകളായി പോകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ല, അത് റജുലു സാലിഹ് ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞ ദുൽമാണ്. ഏത് ദുൽമാണത്? ശിർക്കാണ്. അതുപോലെ നിങ്ങൾ റമദാനിന്റെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊള്ളുക, വെള്ളം കുടിച്ചുകൊള്ളുക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. ഇതിൽ മിനൽ ഫജ്ർ എന്ന ഭാഗം പിന്നെ അവതരിച്ചതാണ് എന്ന് ചില തഫ്സീറുകൾ കാണാം. കറുത്ത നൂലിഴ വെളുത്ത നൂലിഴയിൽ നിന്ന് വേർതിരിയുന്നത് വരെ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ. ഇതോടെ പകലാകുന്നത് വരെ. ചെറു സഹാബത്ത് ഇത് അങ്ങനെ തന്നെ വിചാരിച്ചു. എന്നിട്ട് 2 നൂലെടുത്തിട്ട് പോയി തലയുടെ അടിയിൽ വെച്ചു. എന്നിട്ട് നോക്കി നിന്നാണ് ഇത് വേർതിരിയുന്നുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അല്ല, മിനൽ ഫജ്ർ, ഫജ്റിന്റെ വെളുത്ത നൂലിഴയാണ്. ഇങ്ങനെ സഹാബത്ത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരായത്ത് അതിന്റെ അർത്ഥം വേറെയായി ധരിച്ച സംഭവങ്ങൾ വളരെ അപൂർവമാണ്. ആ സഹാബത്ത് കേൾക്കുകയാണ് യദുല്ലാഹ് വജ്ഹുല്ലാഹ് എന്നെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അവരോട് ഇതിന്റെ ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ പറഞ്ഞിട്ടില്ല. സഹാബത്ത് പിൽക്കാലക്കാരത് പഠിപ്പിച്ചിട്ടില്ല. അത് ദലാലത്തായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയണം. കാരണം നബിക്ക് ആണ് ഏറ്റവും അറിവുള്ളത്. അതുപോലെ നബിക്കാണ് ഈ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്ത് പിഴക്കുന്നതിൽ ഏറ്റവും ബേജാറുള്ളത്, ഏറ്റവും നസീഹത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നന്നായി വിശദീകരിക്കാൻ അറിയാവുന്നത്. നോക്കി, ഈ 3 കാര്യം ഏത് പിഴച്ച കക്ഷികളുടെയും നടുവുടിക്കുന്ന 3 ചോദ്യമാണ്. ഇതന്നെയാണ് ശിർക്കിന്റെയും ഒക്കെ ഇസ്തിഗാസ, ഇതിന്റെ ഒക്കെ കാര്യത്തിൽ വ്യാഖ്യാനം കൊണ്ടുവരുന്നവരോട് നിങ്ങൾ പറയാം. ഖുർആനിലെ ആയത്തിലൊക്കെ അള്ളാഹു പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തരും. നിങ്ങൾ പറയുന്നതിൽ ഔലിയ പെടുകയില്ല, അംബിയ പെടുകയില്ല. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ല ഒരിക്കൽ പോലും? ഈ ആയത്ത് ഓതുന്നതിനിടയിൽ നിങ്ങൾക്കാണോ അറിവുള്ളത്? അള്ളാഹുവിന്റെ റസൂലിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾക്കാണോ ഈ ഉമ്മത്ത് തെറ്റിപ്പോകുന്നതിൽ ബേജാറുള്ളത്, ഉമ്മത്തിനോട് നസീഹത്തുള്ളത്? അതല്ല, അള്ളാഹുവിന്റെ റസൂലിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾക്കാണോ നന്നായി പറയാൻ അറിയുന്നത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ നല്ല ഫസാഹത്തുള്ളത്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നൂനിയയിൽ ഈ കാര്യം ചുരുക്കി പറഞ്ഞ വരികൾ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. മനോഹരമായ നൂനിയയിലെ വരികളാണ്. ഫസലിൽ മുഅത്തില അൻ 3 മസായിലിൻ തഖ്ദി അല التعطيل بالبطلان ماذا تقول أكان يعرف ربه هذا الرسول حقيقة العرفان أم لا وهل كانت نصيحته لنا كل النصيحة ليس بالخوان أم لا وهل حاز البلاغة كلها فاللفظ والمعنى له طوعان. ഈ മുഅത്തിലിനോട്, അല്ലാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്നതിനോട് ചോദിക്കുക 3 ചോദ്യങ്ങൾ. അവന്റെ ഈ തഅ്തീൽ അത് പൊളിച്ചു കളയുന്നതാണ്. റബ്ബിനെ യഥാർത്ഥ രൂപത്തിൽ അറിയുന്നത് റസൂലിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതല്ല, അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിക്ക് റബ്ബിനെ നന്നായി അറിയില്ലേ? അതല്ല, അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഏറ്റവും നസീഹത്ത് പുലർത്തിയിരുന്നോ? അതല്ല, നമ്മോട് വഞ്ചന കാണിച്ചിരുന്നോ? നസീഹത്ത് ഉണ്ടായിരുന്നോ? ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ബലാഗത്ത്, നന്നായി വിശദീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നോ? ലഫ്ദും മഅനയും, വാക്കും ആശയവും നല്ല രൂപത്തിൽ സ്വരൂപിച്ച് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നോ? ഇല്ലേ? فإذا انتهت هذه الثلاثة فيه كاملة مبرأة من النقصان فلأي شيء عاش فينا كاتما للنفي والتعطيل في الأزمان
ولأي شيء لم يصرح بالذي صرحتم في ربنا الرحمن ألعجزه عن ذاك أم تقصيره في النصح أم لخفاء هذا الشأن حاشاه بل ذا وصفكم يا أمة التعطيل للمبعوث بالقرآن. سبحان الله. ترى മനോഹരമായ വരികളാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇതിലൊക്കെ പരിപൂർണതയുള്ളത് എങ്കിൽ, അറിവും നസീഹത്തും വിശദീകരിക്കാനുള്ള കഴിവും ഉള്ളതെങ്കിൽ എന്തിനാണ് കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ പറയുന്ന നിഷേധം പറയാതെ അത് മൂടിവെച്ച് നബി കഴിഞ്ഞത്? നമ്മുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പറയാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അതല്ല നമ്മോട് നസീഹത്തില്ലാഞ്ഞിട്ടാണോ? അതല്ല നമുക്കത് അറിയാഞ്ഞിട്ടാണോ? ഹശാഹു, ഒരിക്കലുമല്ല. അപ്പറഞ്ഞതൊക്കെ നിങ്ങൾക്കാണ്, അല്ലാതെ ഖുർആനുമായി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല. അറിവില്ലാത്തതും ഉമ്മത്തിനോട് നസീഹത്തില്ലാത്തതും പറയാൻ അറിയാത്തതൊക്കെ നിങ്ങൾക്കാണ്, അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ വഴിയിൽ ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സഹാബത്തിന്റെ, ശുഹദാഇന്റെ, സിദ്ദീഖുകളുടെ, സാലിഹുകളുടെ കൂടെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.